സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം ചില സ്ത്രീകൾക്ക് യൂറിൻ പാസ് ചെയ്യുമ്പം വേദന, നീറ്റൽ, പുകച്ചിൽ, അതായത് യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് കാണുന്നത് ഈ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ സ്ത്രീകളിൽ ഇത് പല സ്ത്രീകളിലും കാണാറുണ്ട്. ഇതിനെ അതുകൊണ്ട് തന്നെ ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. കല്യാണം കഴിഞ്ഞ നാളുകളിൽ മാത്രമല്ല, ഇൻ്റർകോഴ്സ് കുറേ നാൾ ചെയ്യാതെ ചെയ്യുമ്പോഴും ആദ്യമായി ചെയ്യുമ്പോഴൊക്കെ ഇത് കാണാറുണ്ട്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നമുക്കറിയാം, നമ്മൾ മൂത്രമൊഴിക്കുന്നിടത്ത് ആ മലദ്വാരത്തിന് ചുറ്റും കുറച്ച് ബാക്ടീരിയ എപ്പോഴും കാണും. അപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ യൂറിത്ര, മൂത്രസഞ്ചി എന്ന് വരുന്ന ഒരു ട്യൂബാണ് യൂറിത്ര, അത് ചെറുതായിരിക്കും. അപ്പോൾ ഈ ഇൻ്റർകോഴ്സ് സമയത്ത് ഫ്രിക്ഷൻ കാരണം മലദ്വാരത്തിന് ചുറ്റുമുള്ള ബാക്ടീരിയ യൂറിത്രൽ ഓപ്പണിങ്ങിൻ്റെ അവിടെ എത്തുകയും സ്ത്രീകളുടെ യൂറിത്ര ചെറുതായതുകൊണ്ട് വേഗം ഈ ബാക്ടീരിയ യൂറിനറി ബ്ലാഡറിൽ കയറാനും സാധ്യതയുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ ഇത് അധികം കാണുന്നില്ല, കാരണം അവരുടെ യൂറിത്ര നീണ്ടതാണ്. അപ്പം ഈ ഒരു പ്രശ്നം, ഇതിനെ പോസ്റ്റ് കോയിറ്റൽ യൂറ്റിഐ എന്ന് പറയും, അതായത് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം കാണുന്ന യൂറിനറി ഇൻഫെക്ഷൻ. ഈ പ്രശ്നം കൊണ്ട് വലയുന്ന സ്ത്രീകൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പലപ്പോഴും ആ ഒരു ചമ്മൽ കാരണം അല്ലെങ്കിൽ ഒരു മടി കാരണം പലരും പറയാറില്ല. പക്ഷേ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുമ്പായിട്ട് ജെനൈറ്റൽ ഏരിയ നന്നായിട്ട് കഴുകണം. 2, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇൻ്റർകോഴ്സിന് ശേഷം മൂത്രം ഒഴിക്കണം. ഒരു നോർമൽ ഫ്ലോ ഓഫ് യൂറിൻ തന്നെ ഏതെങ്കിലും കുറച്ച് ബാക്ടീരിയ ബ്ലാഡറിൽ കയറിയിട്ടുണ്ട്, മൂത്രസഞ്ചിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പുറത്ത് ഫ്ലഷ് ചെയ്ത് പോകാൻ സഹായിക്കും. പിന്നെ 3, ഇൻ്റർകോഴ്സിന് ശേഷം നന്നായിട്ട് സ്വകാര്യ ഭാഗങ്ങൾ കഴുകണം. 4, നല്ലവണ്ണം വെള്ളം കുടിക്കണം ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ. 5, ശ്രദ്ധിക്കണം, മൂത്രം ഒഴിച്ച് കഴുകുമ്പോൾ എപ്പോഴും ഈ താഴേന്ന് മുകളിലോട്ട് കഴുകല്. കാര്യം ആ താഴെയാണ് ആ മലദ്വാരത്തിനടുത്തുള്ള ബാക്ടീരിയ മുകളിലോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം മൂത്രം ഒഴിച്ച് കഴുകുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട്, ഡയറക്ഷൻ ഓഫ് ആ കഴുകുന്ന ദിശ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചാലും ചില സ്ത്രീകൾക്ക് വീണ്ടും വീണ്ടും ബന്ധപ്പെട്ടതിന് ശേഷം ഈ യൂറിനറി ഇൻഫെക്ഷൻ കാണാറുണ്ട്. അവർ ഡോക്ടറെ കണ്ട് ഈ ലോ ഡോസ് ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് ഉണ്ട്, അത് ചിലപ്പോൾ എടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കല്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇതൊക്കെ എടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഹണിമൂൺ കാലം നല്ല സുന്ദരമാക്കി മാറ്റാം, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ.